ഒരുപാട് കലാകാരന്മാർ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ട് അവരുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സന്തോഷങ്ങൾ അവർ നമ്മുടെ ഗുരുക്കന്മാരോടുള്ള സ്നേഹം അല്ലെങ്കിൽ അച്ഛനമ്മമാരോടുള്ള സ്നേഹമൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് മലയാള ഉപന്യാസം അതുപോലെ തന്നെ മലയാള പ്രസംഗം ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ അഭിവാദ് എ നാഥും അതുപോലെ തന്നെ UP വിഭാഗം കാർത്തികിന്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ രാധാകൃഷ്ണ സ്കൂളിലാണ്. കാർത്തിക് ഏതിൽ സമ്മാനം നേടിയിരിക്കുന്നത്? ഏതിലാണ് സമ്മാനം നേടിയിരിക്കുന്നത്? പ്രശ്നോത്തരി. ഓക്കെ, 2 സിദ്ധോപചാരണം പ്രശ്നോത്തരി സിദ്ധ രൂപോച്ചാരണം. കണ്ടോ, എനിക്കും പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. കാർത്തിക് വളരെ മനോഹരമായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് കാർത്തികിന്റെ വിഷയങ്ങളിലേക്ക് പോവാം. കാർത്തിക് എന്തുകൊണ്ട്, സുഖം തന്നെയാണോ? ആരൊക്കെയാ വന്നിരിക്കുന്നത്? കാർത്തികിന്റെ കുറെ ആളൊക്കെ ഉണ്ടല്ലോ. എന്റെ 2 ടീച്ചർമാര്, പിന്നെ എന്റെ സ്കൂളിലുള്ള കൊച്ചു കൂട്ടുകാർ. കാർത്തികിന്റെ വളരെ പ്രത്യേകതയുണ്ട്. കാർത്തികിനോട് 4-5 കുട്ടികൾ വന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ സുഹൃത്തുക്കളെയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കാർത്തികിന്റെ സ്നേഹിതന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ക്ലാസ്സിൽ അങ്ങനെ തന്നെയാണല്ലോ, ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. ചിരിയിലൊന്നും ഉണ്ട് കേട്ടോ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? രാധാകൃഷ്ണ സ്കൂൾ ചെക്കിക്കുളം അല്ലെ? ഏത് ക്ലാസ്സിലപ്പം പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. എങ്ങനെയുണ്ട്? എന്താണ് ഒന്ന് പറയൂ. സിദ്ധരൂപോച്ചാരണം. ഓക്കെ, എന്താണ് ആ വിഷയത്തിന്റെ, അല്ലെങ്കിൽ സംസ്കൃതം ബേസ്ഡ് ആണ് അല്ലെ? എന്താണ് അതിന്റെ മത്സരത്തിന്റെ പ്രത്യേകത, എങ്ങനെ ഒന്ന് പറയുമോ? സംസ്കൃതം വ്യാകരണത്തിന്റെ അടിസ്ഥാന സിദ്ധരൂപോച്ചാരണം. സംസ്കൃത വ്യാകരണത്തിന്റെ. ഓക്കെ, പിന്നെ ഇതില് ഈ ഉച്ചരിക്കുന്ന രീതിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് അല്ലെ? അതാണോ ഫോക്കസ് ചെയ്യുന്ന അൾട്ടിമേറ്റ്? ആരാ പഠിപ്പിച്ചെന്നേ? ടീച്ചർമാർ. ഏത് ടീച്ചറാ പഠിപ്പിച്ച? ഷബ്ന ടീച്ചർ. വീട്ടിലാരൊക്കെ ഉണ്ട് മോന്റെ? എന്റെ വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, എന്റെ ഏട്ടനുണ്ട്, പിന്നെ അച്ചാച്ചനുണ്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നു? കണ്ടക്ടറാ ബസ്സില്. ഏത് ബസ്സിലാ? കമൽ. ഓക്കെ, നമ്മുടെ ചെക്കിക്കുളം ഭാഗത്തുള്ള ആ ബസ് തന്നെയാണോ? ഓക്കെ, പിന്നെ അച്ചാച്ചൻ അമ്മമ്മ ഒക്കെ ഉണ്ട് വീട്ടിലല്ലേ? അച്ചാച്ചൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും? നീ വികൃതിയാണോ വീട്ടില്? ചെറുതായിട്ടല്ലേ? ചിരിയിലുണ്ട്, ചെറിയ വികൃതിയൊക്കെ തരെല്ലാം ചെറിയലുണ്ട്. ഓക്കെ, പിന്നെ ഇതില് മോനെ UP തലത്തിലാണ് മത്സരിച്ച് ജയിച്ചിരിക്കുന്നത് അല്ലെ? ഇതുവരെ UP ഈ ഒരു ജില്ലാ തലത്തിൽ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ടോ മോൻ? ഇല്ല. കഴിഞ്ഞ വർഷം പങ്കെടുത്തതിന് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് സംസ്ഥാനത്തിലേക്ക് പോകണമെങ്കിൽ 8ാം ക്ലാസ്സിലാവണം, ഹൈസ്കൂളിലേക്ക് ആവണം അല്ലെ? അപ്പോൾ ആവട്ടെ, ഉഷാറായിട്ടാവട്ടെ. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൈസ്കൂളിലേക്ക് എത്തിയിട്ട് വിവിധ തലങ്ങൾ, വിവിധ മത്സരങ്ങൾക്ക് സമ്മാനമൊക്കെ നേടിയിട്ട് ഉഷാറായിട്ട് വീണ്ടും ഇതേ ചിരിയോട് കൂടിയിട്ട് നമ്മുടെ കണ്ണൂർ വിഷനിലും അതുപോലെ തന്നെ ഒട്ടുമിക്ക മറ്റ് ചാനലുകളിലും മറ്റ് പത്രവാർത്തകളിലൊക്കെ വരട്ടെ. ഓക്കെ, ഒന്ന് നമ്മുടെ അഭിവാദിനോടുത്ത്. യെസ്, അഭിവാദ് എന്തൊക്കെയുണ്ട്? സുന്ദര കുട്ടപ്പനാണല്ലോ, മുടിയൊക്കെ ഫുൾ ഗ്ലാമറായിട്ട് അടിപൊളിയായിട്ട്. പിന്നെ അഭിവാദിന് മലയാള ഉപന്യാസ വിഭാഗം, പിന്നെ മലയാള പ്രസംഗത്തിലാണ് 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിലാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടിലയാണ് ആ സ്കൂളിലാണ് പഠിക്കുന്നത്. ആരൊക്കെ വന്നിട്ടുണ്ട് അഭിവാദിലൂടെ? അമ്മയും അനിയത്തിയും അച്ഛനും. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1+2 മാഷാണ്. ഓക്കെ, ഏതാ സബ്ജക്ട് അച്ഛൻ? കോമേഴ്സ്. അമ്മ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ. എക്സൈസിൽ വുമൺ ഓഫീസർ ആണല്ലേ? ഓക്കെ, അടിപൊളി. അനിയത്തി എന്ത് ചെയ്യുന്നു? അനിയത്തി 4ാം ക്ലാസ് പഠിക്കുന്നു ഇപ്പൊ. 4ാം ക്ലാസ്. അനിയത്തിക്ക് ഉണ്ടോ ഈ രചനയും പ്രസംഗവും ഒക്കെ കഴിവ്? അനിയത്തി എന്റെ ഡിഫറെന്റ് ആണ്. ഓള് ഡാൻസ് അങ്ങനത്തെ പരിപാടിയാണ്. മൈക്കൊന്ന് അടുത്ത് വെച്ച് പറയും. ഓള് ഡാൻസും അങ്ങനത്തെ പരിപാടിയെല്ലാം. ഡാൻസ് കുറച്ചും കൂടി ഗ്ലാമർ ഐറ്റംസ് ആണ് താല്പര്യം. പെർഫോമൻസ് ആക്ടിവിറ്റീസ് അല്ലേ? മോണാക്ട്, പിന്നെ ഡാൻസ്, നാടോടി നൃത്തം. മോണാക്ടിൽ പങ്കെടുത്തിട്ടുണ്ട്. UP വിഭാഗത്തിൽ LP അല്ലേ? സമ്മാനം കിട്ടിയിട്ടുണ്ട്. സബ് ജില്ല മാത്രമേ സബ് ജില്ല മാത്രമേ ഉള്ളൂ, ജില്ലയിലല്ലേ? ഓക്കെ. പിന്നെ മറ്റേ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ മോന്റെ അഭിവാദിന്റെ? അല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ പറ്റും. ഭയങ്കര പേരാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അഭിവാദ് എ നാഥ്. ഒരു സ്പെഷ്യൽ നെയിം ആണല്ലോ. അത് അച്ഛൻ ചെറുപ്പത്തിലിട്ടു, ഞാനങ്ങ് സ്വീകരിച്ചു. അഭിവാദ്യങ്ങൾ 1000 അങ്ങനെയുള്ള ഇതാണോ? ഒരു സ്വാഗതം ചൊല്ലുന്നത് പോലത്തെ ഒരു പേരാണ്. എന്റെ ഡിഫറെന്റ് ആണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കേൾക്കുന്നവർക്ക് തന്നെ ഒരു ഡിഫറെന്റ് ആണ്. എനിക്ക് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. കാരണം ആരും ഉദ്ദേശിക്കുന്നില്ലല്ലോ ഇങ്ങനത്തെ ഒരു പേര്. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്, മാറി മാറി വിളിക്കും. എന്താ വീട്ടിൽ നിന്നോ വിളിക്കാം? വീട്ടിൽ നിന്ന് അബി എന്ന് വിളിക്കും. സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ ഇഷ്ടം പോലെ വിളിക്കാം. നാഥ് എന്നൊക്കെ വിളിക്കോ? അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ വിനോദ്. ഓക്കെ. അമ്മയുടെ പേര്?
അനു. അനു, ഓക്കെ. അനിയത്തിയുടെ പേര്? അനവദ്യ. അനവദ്യ, ഓക്കെ. എല്ലാരും ഒരു ആയിലും ധായിലും ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, അടിപൊളി. മറ്റു ആക്ടിവിറ്റീസ് എന്തൊക്കെയാ? മറ്റ് സ്പോർട്സ് ചെയ്യും കുറച്ച്. സ്പോർട്സിൽ ഏതൊക്കെ? നീ ജില്ലാ ടീമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? സ്പോർട്സിൽ ക്രിക്കറ്റില് സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. ടേബിൾ ടെന്നീസ് 2 കൊല്ലം സ്റ്റേറ്റ് കളിച്ചു. പിന്നെ ഷട്ടിൽ കളിക്കും. ബാക്കി എല്ലാം ഉണ്ട് കേട്ടാ. മൊത്തത്തില് അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. കലയിൽ, എഴുത്തിലുണ്ട്, പ്രസംഗത്തിലുണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് ഐറ്റംസിലൊക്കെ നന്നായിട്ട് ജില്ലാ ടീമുകളിലൊക്കെ സ്കൂൾ തലങ്ങളിലൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, അടിപൊളി. പിന്നെ ഓക്കെ, പിന്നെ മറ്റ് എന്താണ് സ്വപ്നം? എന്താണ് സ്വപ്നം? ഇതുവരെ അങ്ങനെയൊന്നുമില്ല. ആംബിഷൻ ഒന്നും ആക്കിയിട്ടില്ലേ? അങ്ങനെ വെച്ചാല് ജസ്റ്റ് ഒരു, അച്ഛൻ നല്ല ടീച്ചറാണ്, കൊമേഴ്സ് ഹയർ സെക്കൻഡറി വിഭാഗം പിന്നെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അമ്മ ഉദ്യോഗസ്ഥയാണ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് നല്ലൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറയാറില്ലേ? മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങള്, മാത്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, താല്പര്യം. അതുകൊണ്ട് മാത്സുമായി ബന്ധപ്പെട്ടുള്ള IIT ആയാലും അങ്ങനെ താല്പര്യം. അടിപൊളി, ഓക്കെ. IIT ബിടെക്, എഞ്ചിനീയറിംഗ്. ഏത് സബ്ജക്റ്റിലാണ്? മാത്സ്, ഫിസിക്സ്, മാത്സ്. ഓക്കെ, അടിപൊളി. എയറോ സയൻസ് താല്പര്യമുണ്ട്. ഓക്കെ. അപ്പം മലയാള ഉപന്യാസം അല്ലേ? എന്താ വിഷയം കിട്ടിയത്? ഉപന്യാസത്തിന് വിഷയം വെച്ചാല് ജൻസി, അതായത് 1990-2010 ജനിച്ചവരാണല്ലോ ജൻസികള്. അപ്പൊ ജൻസികളുടെ സ്വാതന്ത്ര്യത്തിന്റെ അതിർത്തിയാണ് ഉപന്യാസത്തിന് വിഷയം കിട്ടിയത്. പിന്നെ പ്രസംഗത്തിനാണെങ്കിൽ പ്രസംഗത്തില് ലഹരി, കൗമാരങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളായിരുന്നു പ്രസംഗത്തിൽ വിഷയം കിട്ടിയത്. നമുക്ക് എന്തായാലും അതൊരു ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്നും പറയേണ്ട ഒരു വിഷയമാണ് ഈ പറയുന്ന ലഹരി ഇൻ ടീനേജ്. ഓക്കെ, കൗമാര കാലഘട്ടത്തിലെ ആക്ടിവിറ്റീസ്. അപ്പൊ തീർച്ചയായിട്ടും പ്രേക്ഷകർ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ, നീ പറഞ്ഞ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന് പറയാം. നന്നായിട്ട് ഒന്ന് പ്രസംഗിച്ച് അടിപൊളിയായിട്ട്. ക്യാമറ കറക്റ്റ് കൊണ്ടുവന്നാൽ നമുക്ക് പ്രസംഗം കൂടി ആസ്വദിക്കാം. മാനവിക മൂല്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ലഹരി നമുക്ക് എന്തിനാണ് ആവശ്യം. ലഹരി നമുക്ക് കേവലം മയക്കുമരുന്നിനോടായാലും മറ്റ് പദാർത്ഥങ്ങളോട് മാത്രമായി ലഹരി നമുക്ക് മാറ്റപ്പെടാൻ പാടില്ല. നമ്മൾ പുസ്തകങ്ങളിലോട് വേണം ലഹരി ആസ്വദിക്കാൻ. പുസ്തകങ്ങൾ എന്നാൽ എന്താണ്? വ്യത്യസ്തമായ ചിന്താധാരകൾ, വ്യത്യസ്തമായ വഴികൾ, വ്യത്യസ്തമായ ആശാധാരകൾ, വ്യത്യസ്തമായ ഭാഷകൾ, എല്ലാം സഹോദര്യത്തിലേക്ക്, എല്ലാം സമത്വത്തിലേക്ക്, എല്ലാം സ്വാതന്ത്ര്യത്തിലേക്ക്, എല്ലാ സങ്കുചിത താല്പര്യങ്ങളെയും കഴുകിക്കളയേണ്ട സമയമായില്ലേ? നമുക്ക് പുത്തൻ ഉണർവോടെ പുത്തൻ മാനവിക ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ട് സമൂഹത്തിൽ നല്ല ജീവിതങ്ങൾ പടുത്തുയർത്താൻ സാധിക്കട്ടെ. അടിപൊളി കേട്ടോ. നമ്മുടെ അഭിബാദ് എന്നാത് നന്നായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ ഇതേ സ്റ്റൈൽ തന്നെയാണ് പ്രസംഗിച്ചത് അല്ലെ? എത്ര കുട്ടികളുണ്ടായിരുന്നു പ്രസംഗത്തിൽ? 15 കുട്ടികൾ. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ കാർത്തികിന്റെ വിശേഷം. കാർത്തികിന് വേറെ ഇതൊക്കെ മത്സരിച്ചേ? ഞാൻ പ്രശ്നോത്തരി സംസ്കൃതം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏതാണ് നമുക്ക് ക്യാമറയിൽ നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നത്? ഇതിലാ? ഓക്കെ. ദകാരാന്തഃ അസ്മ ശബ്ദഃ ത്രിശലിംഗേഷു സമാനരൂപഃ. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. പ്രഥമാ വിഭക്തി അഹം, ആവാം, വയം. ദ്വിതീയ വിഭക്തി മാമ, ആവാനൗ, അസ്മാനഃ. തൃതീയ വിഭക്തി മയാ, ആവാഭ്യാം, അസ്മാഭിഃ. ചതുർത്ഥി വിഭക്തി മഹ്യമേ, ആവാഭ്യാനൗ, അസ്മഭ്യം നഃ. പഞ്ചമി വിഭക്തി മദ്, ആവാഭ്യാം, അസ്മദ്. ഷഷ്ഠി വിഭക്തി മമമേ, ആവയോഹോ നൗ, അസ്മാകം നഃ. സപ്തമി വിഭക്തി മയി, ആവയോഹോ, അസ്മസു. അടിപൊളി. ഓക്കെ, സൂപ്പർ. ഓക്കെ, അപ്പോ പിന്നെ കാർത്തികിന്റെ മറ്റ് താല്പര്യങ്ങൾ, വലിയ ആളായാൽ ആരാവണം? എന്താണ്? സയന്റിസ്റ്റ്. ഓ, സയന്റിസ്റ്റ്. ISRO സയന്റിസ്റ്റ്. അടിപൊളി കേട്ടോ, സൂപ്പർ. കാർത്തികിന്റെ ആഗ്രഹം ISRO സയന്റിസ്റ്റ്. നമ്മുടെ പിന്നെ അഭിവാദിന്റെ ആഗ്രഹം IIT അല്ലേ? നമ്മുടെ മാത്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ രണ്ടുപേർക്കും വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥമായിട്ട് ഒരു ആശംസകൾ അറിയിക്കുന്നു. കാർത്തികിന് നല്ലൊരു സയന്റിസ്റ്റായിട്ട് ഭാവിയിലൊക്കെ ആവട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല മത്സരങ്ങളൊക്കെ പങ്കെടുത്ത് നല്ല സമ്മാനങ്ങളൊക്കെ നേടിയിട്ട് ഒരുപാട് ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ചങ്ങാതിമാരെയൊക്കെ കൂട്ടി സ്റ്റുഡിയോയിൽ വന്ന് ഇതുപോലെ ഇൻ്റർവ്യൂക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു. കണ്ണൂർ വിഷൻ നൽകുന്ന നല്ലൊരു നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം, അതുപോലെ തന്നെ അഭിവാദിനും നല്ല സമ്മാനമുണ്ട്. MS ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന നല്ല സമ്മാനം. നേരത്തെ നന്ദന നമ്മുടെ അവതാരക പറഞ്ഞ പോലെ സുന്ദരന്മാരാണ്. അപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യം ഇല്ല? അങ്ങനെ മൈക്കെടുത്തോളൂ. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, കിട്ടിയാൽ അഭിനയിക്കും അല്ലേ? ഓക്കെ, അടിപൊളി.
മച്ച്.